സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ചെറിയ സോയാബീനാണ് ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള, തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വരുന്നുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടി സവോള ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല. കൺമണിയുടെ പരാതി കേട്ടല്ലോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വരട്ടി എടുക്കണം. അങ്ങനെ നമ്മൾ വരട്ടി സോയാ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്.